കേസുകളുടെ ചരിത്രത്തിൽ തന്നെ കൗതുകമായി മാറിയ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയ കേസിൽ ആന്റണി രാജുവിന് തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 3 വർഷം, വ്യാജ തെളിവ് നിർമ്മിച്ചതിന് 3 വർഷം, ഗൂഢാലോചനയ്ക്ക് 6 മാസം എന്നിങ്ങനെയാണ് തടവ് ശിക്ഷ ഇന്ന് വിധിച്ചത്. നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതോടെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാവുകയും ചെയ്തിരിക്കുകയാണ്. അനന്തദർശൻ വിവരങ്ങളുമായിട്ടുണ്ട്. ആനന്ദൻ, കേരളത്തെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറേയേറെ പരിഹാസ രൂപത്തിലും അക്ഷേപഹാസ്യ രൂപത്തിലും ഒക്കെ അവതരിപ്പിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട്, ചരിത്രമുണ്ട്. പക്ഷെ അത് ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഒരു വിദേശ പൗരനെ രക്ഷപ്പെടുത്താൻ എടുത്ത ഒരു കുബുദ്ധി വിനയായി മാറി. തീർച്ചയായിട്ടും ദിവിഷ്, സംസ്ഥാന രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനത്തിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസിലാണ് ഇന്നൊരു തീർപ്പ് വിചാരണ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് മുൻ മന്ത്രി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. തൊണ്ടിമുതലിൽ കൃത്രിമം വരുത്തി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന കേസിലാണ് മുൻ മന്ത്രി ആന്റണി രാജുവും കോടതി ജീവനക്കാരൻ ജോസും പ്രതികളായിരുന്നത്. ആ കേസിൽ രണ്ടുപേർക്കും 3 വർഷം തടവ് ശിക്ഷയാണ്, അതുപോലെ തന്നെ പിഴശിക്ഷയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ രണ്ടുപേർക്കും 1 മാസത്തേക്ക് ജാമ്യവും അനുവദിച്ചു. അപ്പീലിന് പോകുന്നത് വരെ മേൽക്കോടതിയിൽ പോയി ശിക്ഷ സ്റ്റേ ചെയ്യാനുള്ള ഒരു ആനുകൂല്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ 1 മാസത്തിന് ശേഷം രണ്ടുപേരും ജയിലിലേക്ക് പോകേണ്ടി വരും. ഗൂഢാലോചന, അതിനൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, വിശ്വാസവഞ്ചന അടക്കമുള്ള കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 5 കുറ്റങ്ങൾ രണ്ടുപേർക്കുമെതിരായി തെളിഞ്ഞിട്ടുണ്ട്. അതിൽ വിവിധ ശിക്ഷകളും കോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് 3 വർഷമായി അനുഭവിച്ചാൽ മതിയെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 1990-ലാണ് ഒരു ഓസ്ട്രേലിയൻ പൗരൻ സാൽവദോറിനെ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ അടിവസ്ത്രത്തിൽ മയക്കുമരുന്നുമായാണ് ഇയാൾ വന്നത്. അന്ന് വഞ്ചൂർ കോടതി വേഗത്തിൽ ഈ കേസിൽ തീർപ്പ് കൽപ്പിച്ച് സാൽവദോറിന് 10 വർഷം കഠിന തടവ് നൽകിയതാണ്. അതിൻ്റെ അന്ന് സാൽവദോറിൻ്റെ അഭിഭാഷകയുടെ ജൂനിയറായിരുന്നു ആന്റണി രാജു. പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആന്റണി രാജു കോടതി ജീവനക്കാരനെ കൊണ്ട് ഇത് കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി സാധനമായ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അത് രൂപമാറ്റം വരുത്തി ഹൈക്കോടതിയിൽ എത്തിച്ചു. അങ്ങനെ ഹൈക്കോടതി നോക്കുമ്പോൾ ഇത് അയാൾക്ക് പ്രതിക്ക് പരുവമാകാത്ത അടിവസ്ത്രമാണ്. അങ്ങനെ കോടതി അയാളെ വെറുതെ വിട്ടു. ഇതിലാണ് പിന്നീട് ഒരു 30 വർഷത്തെ നിയമയുദ്ധം നടന്നിരിക്കുന്നത്. ഏതായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് 90-ലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. 91-ൽ പുറത്തിറങ്ങിയ ആനവാൽ മോതിരം എന്ന സിനിമയിൽ ദാമോദരൻ മാഷ് ഈ സീൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. കാരണം ആ സംഭവം അന്ന് എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഇന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയപരമായി ഇന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇടതുമുന്നണിക്ക് ഒരു തരത്തിലൊരു ചെറിയ തലവേദന കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ സിറ്റിംഗ് MLA ആണ് ആന്റണി രാജു. അങ്ങനെ സിറ്റിംഗ് MLA എന്ന സ്ഥാനം അയോഗ്യമായിരിക്കുന്നു. കാരണം 3 വർഷം തടവാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. 2 വർഷത്തിൽ കൂടുതൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 2 വർഷത്തിൽ കൂടുതൽ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അപ്പോൾ തന്നെ MLA സ്ഥാനം അയോഗ്യമാകും. മാത്രമല്ല അടുത്ത 6 വർഷത്തേക്ക് 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവസരവും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് രണ്ടും ആന്റണി രാജുവിന് ഇപ്പോൾ ബാധകമായിരിക്കുന്നു. ഏതായാലും മേൽക്കോടതികളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് കുറ്റമുക്തനാവുകയാണെങ്കിൽ അതുവരെ ഈ അയോഗ്യത തുടരുകയും ചെയ്യും. അതല്ല, കോടതികളെല്ലാം ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ 3 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ആന്റണി രാജു ഇടതുമുന്നണി ജനപ്രതിനിധിയായിരുന്നു. ഇനിയിപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ തലവേദനയായി മാറി. ഇനി പുതിയ ആരാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്? ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക് തന്നെ ലഭിക്കുമോ, അതല്ല CPM ആ സീറ്റ് പിടിച്ചെടുക്കുമോ എന്നുള്ള ചർച്ചയൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി ഈ കേസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി. അനന്തദർശനാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ കേസിൽ അപ്പീലിന് പോകില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മൻമോഹൻ അറിയിച്ചു. ഈ കോടതിക്ക് നൽകാൻ സാധിക്കുന്ന പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട് എന്നും മൻമോഹൻ പറഞ്ഞു. ഈ കോടതി ഫൈൻഡ് ചെയ്ത എല്ലാ വകുപ്പുകളിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നായിരുന്നു. കോടതി അതിൽ നിന്നും അതിൻ്റെ റീസൺസ് എനിക്കിപ്പോൾ ഓർഡർ കിട്ടിയതാണ്, ഞാൻ വായിച്ചു നോക്കിയില്ല. എന്ത് കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന് മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക് അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും.
കേസിൽ പ്രതിയായ ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഗുരുതരമായ തെറ്റാണ് പിണറായി വിജയൻ ചെയ്തത്. കൊള്ളക്കാർക്ക് കുടപിടിക്കുന്ന സർക്കാരാണിത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്.